family. അപ്പോൾ നമ്മുടെ CBSEയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്പെർഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഡിസ്പെർഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്, അഥവാ ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഡിസ്പെർഷൻ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ കുട്ടികൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിസത്തിനെ പറ്റി അറിയാം അല്ലേ. അപ്പം നമ്മൾ വെള്ള കളർ ഉണ്ട്, വൈറ്റ് ലൈറ്റ്, നമ്മുടെ സൺലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സണ്ണിൽ നിന്നും വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണല്ലേ. ഈ വൈറ്റ് ലൈറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കളേഴ്സ് ആണുള്ളത്? അപ്പം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മിസ്സേ വിബ്ജിയോർ ആണല്ലേ. 7 കളേഴ്സ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ വിബ്ജിയോർ എന്ന് പറയുന്ന അല്ലേ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന വിബ്ജിയോ 7 കളേഴ്സ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മളുടെ റെയിൻബോ അല്ലെങ്കിൽ വൈറ്റ് കളർ എന്ന് പറയുന്നത്, റെയിൻബോ എന്ന് പറയുന്നത് വൈറ്റ് കളർ ഉണ്ടാവുന്നത്. അപ്പോൾ വൈറ്റ് കളറിൻ്റെ ഉള്ളിൽ വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സ് ആണുള്ളത്. ഇനി ഈ ഒരു വൈറ്റ് ലൈറ്റിനെ അഥവാ സൺലൈറ്റിൻ്റെ നമ്മുടെ പ്രിസത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്ന സമയത്ത് നമുക്കറിയാം പ്രിസം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ പുറത്താണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്, എയർ ആണ്, ഉള്ളിലാണെങ്കിൽ ഗ്ലാസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ സംഭവിക്കും. പക്ഷേ അതെന്ത് കളേഴ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, വൈറ്റ് ലൈറ്റിൻ്റെ കോൺസ്റ്റുവൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള 7 കളേഴ്സ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു വൈറ്റ് ലൈറ്റിനെ പ്രിസത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് വിബ്ജിയോർ ആയിട്ട് 7 കളേഴ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പെർഷൻ എന്ന് വിളിക്കുക. അതായത് വൈറ്റ് ലൈറ്റിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു മക്കളെ, സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടുന്നതായി ഈ ഒരു 7 കളേഴ്സിൻ്റെ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം. എന്താണ് മക്കളെ, സ്പെക്ട്രം എന്നാണ് വിളിക്കുക. അതായത് പുറത്തോട്ടേക്ക് ഈ 7 കളേഴ്സിൽ കിട്ടുന്നതിനെ നമ്മൾ വിളിക്കും സ്പെക്ട്രം എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് ഡിസ്പെർഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ കോമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പെർഷൻ എന്ന് വിളിക്കുക. ആൻഡ് ഈ ബാൻഡ് ഓഫ് ദ കളേർഡ് കോമ്പോണൻസ് അല്ലെ, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ വിബ്ജിയോർ നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടുന്ന ആ ബാൻഡിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സ്പെക്ട്രം. എന്താണ് മക്കളെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്ട്രം എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ലൈറ്റ് അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പെർഷൻ എന്ന് വിളിക്കുന്നത്. ആ സ്പെക്ട്രത്തിനെ അല്ലെങ്കിൽ ആ ഒരു ബാൻഡ് ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്ട്രം എന്ന് വിളിക്കുക. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഡിസ്പെർഷൻ നടന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പിക്ചർ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ബെൻഡിങ് കുറവ് നടന്നിട്ടുള്ളത് റെഡിനാണ് അല്ലേ. കണ്ടോ, ബെൻഡിങ് വളരെ കുറവാണ് റെഡിന് നടക്കുന്നത്. ആൻഡ് അതിന് താഴെ അല്ലെങ്കിൽ ഏറ്റവും കുറവ് നടന്നിട്ടുള്ളത് ആർക്കാണ്, നമ്മുടെ വയലറ്റിനാണ്. കണ്ടോ, വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് മനസ്സിലാക്കണം, ബെൻഡിങ് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഡീവിയേഷൻ വളരെ കുറവ് സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്, റെഡിനാണ്. ആൻഡ് ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്, വയലറ്റിനാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മളോട് ഇത് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം നോക്കാം. ആദ്യം നമ്മളുടെ പ്രിസം വരയ്ക്കുന്നു. പ്രിസത്തിലേക്ക് നമ്മുടെ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, വൈറ്റ് ലൈറ്റ് വന്ന് എന്ത് ചെയ്യുന്നു, തട്ടുന്നു. അപ്പോൾ വൈറ്റ് ലൈറ്റ് തട്ടുന്ന സമയത്ത് അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ടാണ് മാറുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് ഏത് കളറിനാണ് മക്കളെ, വയലറ്റിനാണ് കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. വയലറ്റിനാണ് ഏറ്റവും ഡീവിയേഷൻ കൂടുതൽ. ആൻഡ് ഏറ്റവും ഡീവിയേഷൻ കുറവ് സംഭവിക്കുന്നത് ആർക്കാണ്, നമ്മുടെ റെഡിനാണ്. ആൻഡ് പുറത്തോട്ടേക്ക് വരുന്ന സമയത്തും ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വയലറ്റിനായിരിക്കും. ആൻഡ് ഏറ്റവും കുറവ് സംഭവിക്കുന്നത് ആർക്കാണ്, റെഡിനാണ്. ഇതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ള കളേഴ്സ് വരിക. അതായത് വയലറ്റ് കഴിഞ്ഞാൽ ഇൻഡിഗോ, ദെൻ ബ്ലൂ, green,
ആദ്യം വയലറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇൻഡിഗോ. then blue. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, അത് കഴിഞ്ഞ് ഗ്രീൻ. പിന്നെ അതിലും കുറവാണ് ഗ്രീൻ. നമുക്കിപ്പോൾ കളർ പെൻസിലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പെന്ന് വെച്ചിട്ട് വയലറ്റിനെയും അതുപോലെ തന്നെ റെഡിനെയും വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പേര് എഴുതിയാൽ മതി കേട്ടോ. യെല്ലോ, then orange, and red. And ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? സ്പെക്ട്രം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം. ആൻഡ് ഇത് നമ്മുടെ വൈറ്റ് ലൈറ്റ് ആണ്. സോ വൈറ്റ് ലൈറ്റ് പ്രിസത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിയിട്ട് ഇതുപോലെ അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഈ ഫിനോമിനേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മളുടെ ഡിസ്പേർഷൻ എന്ന് വിളിക്കുക. ഇനി നോക്കൂ, ഏറ്റവും കൂടുതലായിട്ട് ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത് ആർക്കാണ്? വയലറ്റിനാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, വയലറ്റിനാണ്. ആൻഡ് ലീസ്റ്റ് ആർക്കാണ്? റെഡിനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടി പറ്റും. റെഡി? അപ്പോൾ എന്താണ് ഡിസ്പേർഷൻ എന്നുള്ള ഫിനോമിന? ആ ഡിസ്പേർഷൻ്റെ ഫിനോമിനേനെ അല്ലെങ്കിൽ ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓൺ സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.